പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം ജനുവരി 31 മുതൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 8ാം ബജറ്റ് അവതരണം നടത്തുക. ആദ്യഘട്ട സമ്മേളനം ഫെബ്രുവരി 13 വരെയായിരിക്കും നടക്കുക. ജനുവരി 31 ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തുന്ന പ്രസംഗത്തോടെയാകും സമ്മേളനം ആരംഭിക്കുക. ഹ്രസ്വമായ അവധിക്ക് ശേഷം സമ്മേളനത്തിന്റെ 2ാം ഭാഗം മാർച്ച് 2ാം വാരത്തിനും ഏപ്രിൽ ആദ്യ വാരത്തിനുമിടയിൽ നടക്കുമെന്നും അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുന്നു. മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയാണ് ഇതിനായി കണ്ടെത്തിയ കാലയളവ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ബജറ്റ് സമ്മേളനം ജനുവരി 31 മുതൽ ഏപ്രിൽ 4 വരെയുള്ള കാലയളവിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്മേൽ ഇരുസഭകളിലും നടന്ന ചർച്ചയിലൂടെ മുന്നോട്ട് നീങ്ങുകയും പാർലമെന്റിന്റെ 2 സഭകളിലും പ്രധാനമന്ത്രിയുടെ മറുപടിയോടെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതിനുശേഷമാകും 2ാം ഘട്ടം ആരംഭിക്കുക. 2 തവണ ഇടക്കാല ബജറ്റും 6 തവണ സമ്പൂർണ്ണ ബജറ്റുമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒട്ടേറെ പ്രതീക്ഷയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. നികുതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും കാലാതീതമായ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം നികത്താൻ കാര്യമായ നികുതി ഇളവ് തന്നെയാണ് ഇന്ത്യയിലെ മധ്യവർഗം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ശമ്പളക്കാരായ വ്യക്തികളിൽ പ്രതീക്ഷകൾ വാനോളം ഉയരുകയും ചെയ്യുന്നു. എങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയാൻ ഇനിയും ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. ധനമന്ത്രിയാകട്ടെ ഒരു സൂചനയും ഇക്കാര്യത്തിൽ നൽകുന്നുമില്ല. എന്നാൽ ഫെബ്രുവരി 5 ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് ഏറെ നിർണായകമാണ്. നീണ്ട 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് ഭരണം പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് അറിയാനുള്ളത്.